അവർ രാവിലെ പോയി ഇതേപോലെ കതകടഞ്ഞിരിക്കും. രാത്രിയിൽ പിന്നെ എപ്പോഴാണ് അവർ രാത്രിക്ക് എപ്പോഴോ വരും. ചിലപ്പോൾ ഒഴിവുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ തുറന്ന് കിടക്കണതാണ്. നമ്മളായിട്ട് അങ്ങോട്ട് ഇതില്ല, അങ്ങ് പോകും. പിന്നെ അവിടെ ആൾക്കാരൊക്കെ നിൽക്കണതാണ്. അപ്പം പിന്നെ ഒരു വീടാകുമ്പോൾ ഫ്രണ്ട്സുകളും ആരുമൊക്കെ വരില്ലേ. പിന്നെ ഒരു ബഹളം. ആ കുട്ടി ഒന്നും വെളിയിൽ പുറത്ത് പറയില്ല, കുട്ടി ആരോട് സംസാരിക്കണമില്ല, ബന്ധമൊന്നുമില്ല. ആ കുട്ടിയെ രാവിലെ കൊണ്ടുപോയി എവിടെയെങ്കിലും പോകണമെങ്കിലോ നടക്കാൻ പോകണമെങ്കിലോ ഒരു ജസ്റ്റ് മീൻ വാങ്ങാതായി ഇവിടെ വണ്ടി വരും, അപ്പോഴും ആ പയ്യനും കൂടെ കാണും, ആ കുട്ടിയുടെ കൂടെ. സംഭവം അറിയുന്നത് ഞങ്ങൾ പോലീസ് വന്നതിന് ശേഷം, ഇന്നലെ രാത്രി 7:30 ശേഷമാണ് ഞങ്ങളിവിടെ അറിയണം. പോലീസും വന്ന് ചവിട്ടി തുറന്ന് എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അറിയണം. ഈ പയ്യ ഇവിടെ വന്ന് കൊട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ അയലോക്കക്കാരെ വിളിച്ചാൽ പോവുമായിരുന്നു. ആരും വിളിച്ചില്ല, പയ്യ വിളിച്ചേ ഇല്ല. ആ പയ്യനെക്കുറിച്ച് പയ്യൻ ആരും നമ്മളോടൊന്നും മിണ്ടുന്നില്ല, മുഖത്ത് നോക്കില്ല. അല്ലെങ്കിൽ ഈ പാസ് ചെയ്ത് പോകുന്നതാണ് നമ്മുടെ അയലോക്കമാണെന്ന് പറഞ്ഞിട്ട് 7 മാസത്തിനൊരിക്കൽ ആ കുട്ടി മുഖത്ത് പോലും നോക്കിയിട്ടില്ല. ഈ പെൺകുട്ടി ഇങ്ങനെ ചിരിക്കുക, അത്രയേ ഉള്ളൂ. അതെ, അത്രയേ ഉള്ളൂ. ആ ബുധനാഴ്ചയാണ് അതെൻ്റെ കൂടെ ഇത്രയും സംസാരിച്ചത്. PSC ക്ലാസ്സിന് പോണ് ആൻറ്റി, ഇന്ന് ഞാൻ പോയില്ല എന്ന് ഇത്രയും പറഞ്ഞ്. ഞാൻ വിചാരിച്ചു മോള് ജോലിക്ക് പോയില്ലേ എന്ന് കേട്ട്. ഇല്ല ആൻറ്റി, ഞാൻ പഠിക്കുകയാണ് ചെയ്യണമെന്ന് പറഞ്ഞു. പാടുകളൊന്നും ഞാൻ അപ്പോഴേ ഒരു വിഷമം പോലെ തോന്നി കുട്ടിയുടെ മുഖത്ത്. പക്ഷെ നമുക്കറിയില്ലല്ലോ, അല്ല ബഹളം കേട്ടിരുന്നെങ്കിൽ മോളെ എന്താണ് നിനക്ക് പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചേനെ. ഞങ്ങളെങ്കിലും ഇടപെട്ട് ഈ കുട്ടിയെ വീട്ടിലെങ്കിലും എത്തിച്ചേനെ. പക്ഷെ ഇവിടുത്തെ അയൽവക്കക്കാർ ആരും ഇവിടെ അറിയിച്ചില്ല പയ്യെ. അപ്പം എന്തെങ്കിലും ഇതിലെന്തെങ്കിലും കാണാതിരിക്കുമോ? ഈ ഒരു 7 മാസമൊക്കെ താമസിച്ചിരുന്ന ഒരു അയൽവക്കത്തായിട്ട് ഈ പോകുമ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് ചിരിക്കുക എടുക്കുക ഇല്ല, അത്രയൊന്നുമില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ വന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു കുട്ടി, അത് കണ്ട് സംസാരിച്ചില്ലെങ്കിലും നല്ലൊരു, അതും ഒരു അമ്മ പറ്റ കൊച്ചല്ലേ. ഇങ്ങനെയുള്ളതിനൊക്കെ എന്താണെന്ന് നോക്കി ഇതിനൊക്കെ നടപടി എടുക്കണം, അത്രയേ ഉള്ളൂ.